Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ആവോലി പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. വാഴയില ഇല്ലാതെയാണ് ഞാനിന്ന് പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 3 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആവോലിയാണ്. 600 ഗ്രാമുള്ള ആവോലി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല തേച്ച് കൊടുക്കാം. ഇപ്പോൾ മീനിൽ മുഴുവൻ മസാല നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഏകദേശം 1 കപ്പ് ഉണ്ടായിരുന്നു. അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ചെറിയ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് ചേർത്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഇതിനൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല ഒന്ന് തിക്കായി വരുന്നവരെ ഇതിനെ ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ മസാല നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ച് തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മീൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള അരപ്പ് കൂടി മീനിൻ്റെ പുറത്തൊന്ന് തേച്ച് കൊടുക്കാം. ഇനി 2 സൈഡും ഒന്ന് കുറച്ച് സമയം ഒന്നിന് ഫ്രൈ ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പകുതി വെന്താൽ മതി. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബേക്കിംഗ് ട്രേയുടെ മുകളിലായിട്ട് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിന് മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഫിഷ് വെച്ച് കൊടുക്കാം. ഇനി മീനിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള മസാല കൂടി വെച്ച് കൊടുക്കാം. ഫുള്ള് ആ മീനൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫിഷ് ഫുള്ളായിട്ട് മസാല വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി അതിനുള്ളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഫോയിൽ നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അതിൻ്റെ ചാറൊന്നും വെളിയിൽ പോവാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ വാഴയിലയിലും ചെയ്തെടുക്കാം. വാഴയിലയിൽ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ്. എനിക്കിപ്പോൾ വാഴയില കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫോയിൽ വെച്ച് ചെയ്യുന്നത്. 200 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 25 തൊട്ട് 30 മിനിറ്റ് വരെ ഇതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ച് റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.